പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് മാർച്ച് മാസത്തെ 3-ാമത്തെ വെള്ളിയാണ്, മരിയം ഫ്രൈഡേ. മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാവുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ രാജ്ഞി നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി നാം ഒരുങ്ങുന്ന ഒരു വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് ഗാകുൽത്ത വചനകൂടാരത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും പ്രത്യേകം അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം അനുഭവിക്കുന്ന തരത്തിൽ ശുശ്രൂഷ ദൈവം ക്രമപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വർഗത്തിൻ്റെ രാജ്ഞി പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്. പ്രിയമുള്ളവർ, ഈ സ്വർഗത്തിൻ്റെ രാജ്ഞി നമുക്ക് വേണ്ടി ഇന്ന് മാധ്യസ്ഥം പ്രാർത്ഥിക്കും. ഇന്ന് ഈ ആലയത്തിലേക്ക് വരാൻ പറ്റാത്ത മക്കളാണെങ്കിൽ ഭവനത്തിലിരുന്ന് യൂട്യൂബിലൂടെയും മറ്റ് നവമാധ്യമങ്ങളോടെയും ഈ ശുശ്രൂഷ പങ്കെടുക്കണം കേട്ടോ, പ്രാർത്ഥിക്കാം. തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ കേരള വിഷൻ 45-ാം ചാനലിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഏറ്റവും ബെസ്റ്റ് ഗാകുൽത്ത വചന കൂടാരത്തിലേക്ക് വരികയാണ്. ഓർക്ക പ്രിയമുള്ളവർ, ഈശോയുടെ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞി. പ്രിയമുള്ളവരെ, രാജ്ഞി എന്ന് പറയുമ്പോൾ ഒരു ചിന്താച്ചൻ പങ്കുവയ്ക്കുക. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ രാജ്ഞി എന്ന് പറയുന്നത് രാജാവിൻ്റെ ഭാര്യയല്ല, രാജാവിൻ്റെ അമ്മയാണ്. പുരാതന ഇസ്രായേലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിരുന്നു രാജാവിൻ്റെ അമ്മ. മറ്റാരുമായി താരതമ്യം കഴിയാത്ത ഒന്നാണ് രാജ്ഞിയുടെ മധ്യസ്ഥ. ദാവീദ് രാജാവും അല്ലെങ്കിൽ സോളമൻ രാജാവൊക്കെ, പ്രത്യേകിച്ച് സോളമൻ രാജാവിൻ്റെ അമ്മ പ്രത്യേക ആവശ്യത്തിന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അമ്മ, നമ്മുടെ ദാവീദിക രാജാവായ യേശു, ആ യേശുവിനോട് അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കും. അപ്പോൾ എന്തു ചെയ്യും? ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അമ്മ രാജ്ഞി മാധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ മക്കൾ നോ പറയത്തില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്ത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞപ്പോഴും അമ്മ രാജ്ഞി പറയുമ്പോൾ നോ പറയത്തില്ല. സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു തവണയാണ് അമ്മ മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ സോളമൻ നോ പറഞ്ഞത്. പക്ഷെ നമ്മുടെ പരിശുദ്ധ കന്യാമറിയം സ്വർഗരാജ്ഞി യേശുവിൻ്റെ അമ്മ ഒരിക്കലും നോ പറയത്തില്ല. എങ്കിൽ നിങ്ങൾ മറക്കരുത്, ഇന്ന് ഗാകുൽത്ത ധ്യാന കൂടാരത്തിലേക്ക് വരണം. ഈശോയുടെ അമ്മ പറഞ്ഞ് നമ്മുടെ എല്ലാ നിയോഗങ്ങളും വാങ്ങിച്ചു വരും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്ഞിയായ കന്യാമറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം അനുഭവിക്കുവാൻ ഇന്നും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്കും സ്വർഗരാജ്ഞിയുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം അനുഭവിക്കാൻ സാധിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ അമ്മയും ഞങ്ങളുടെ സ്വർഗത്തിൻ്റെ രാജ്ഞിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം അനുഭവിക്കാൻ ഇന്ന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ വിചാരങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് അമ്മയുടെ മധ്യസ്ഥയിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, സ്വർഗത്തിൻ്റെ റാണി നമുക്ക് വേണ്ടി അനുഗ്രഹം വർഷിക്കുവാൻ സ്വർഗത്തിൽ കാത്തിരിക്കുന്നു.